ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാനിവിടെ കുറച്ച് മട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, പച്ചമുളക് ഇട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഗ്രീൻ ചില്ലി മട്ടൻ. അപ്പോൾ അതിന് മല്ലിയില, പുതിന കുറച്ച് എടുക്കണ്ടുള്ളൂ. മല്ലിയില കുറച്ച് ജാസ്തി എടുക്കാം. ഇതാണ് പുതിന, 2 തണ്ട് എടുത്തിട്ടുള്ളൂ, അത് മതി. പിന്നെ പച്ചമുളക് 4 ടേബിൾ സ്പൂൺ മല്ലി, അപ്പോൾ തന്നെ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പൊടിയാണ് 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇതിട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് തൈരും ചേർത്തിട്ട് അരച്ചെടുക്കാം. 3/4 കപ്പ് തൈര്. സവാള, ഇതൊരു വലിയ സവാള ഉണ്ട്, ഇത് അരച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് സവാള ഇട്ടാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് അരക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ച അരപ്പില്ല. ഈ അരപ്പ് പച്ചമണം പോയി കിട്ടണം. അപ്പോഴേ ആ മസാലത്തിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ നമുക്ക്, അല്ലെങ്കിൽ ഭയങ്കര ചുവ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ നല്ല എൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ടെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ അതിൽ കിടന്ന് വരത്തോട്ടെ. ഇത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ക്ലോസ് ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് അണ്ടിപ്പരിപ്പ് അരച്ച പാത്രം തന്നെയാണ് ആ വെള്ളം ഒഴിച്ചു കൊടുത്തത്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇത് വേവട്ടെ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലുണ്ട്, അത് മൂത്ത് വന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് നമുക്ക് ഈ വെന്ത മട്ടനൊന്ന് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ഉള്ളി ഇട്ടിട്ട് തൂമിച്ചാൽ ഉള്ളിയൊന്ന് മൂത്ത് വെച്ചാൽ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്ന് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മുളക് കൊടുക്കാം. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നമ്മളതിൽ എരിവിട്ടിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടാം. നിങ്ങളടുത്ത് മറ്റേ പൊടിക്കാത്ത മുളകാണെങ്കിൽ നമുക്കത് വറുക്കുന്നതിൽ തന്നെ ഇട്ട് കൊടുക്കാം. അത് എൻ്റെ അടുത്ത് പൊടിച്ചതാണ് കുരുമുളക്, അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നമുക്ക് ഈ മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് മുളിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി ചേർത്ത് അങ്ങനെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുറച്ച് വെച്ച് കൊടുത്താൽ മതി. നമുക്കിത് പാത്രത്തേക്ക് സെർവ് ചെയ്യാം.
വേവിപ്പിച്ച മട്ടൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ പെരുംജീരകവും നല്ല ജീരകവും കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഈ മസാലയിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അതുപോലെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ തന്നെ ഷെയർ ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ആദ്യം ഉണ്ടാക്കി നോക്കുക, അങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഉണ്ടാകുന്നൊക്കെ നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ലൈക്ക് ചെയ്യാം. അപ്പോൾ വീട്ടിലൊക്കെ മട്ടനൊക്കെ വാങ്ങില്ലേ. അപ്പോൾ പ്രത്യേകിച്ച് റംസാനാകുമ്പോൾ നമുക്കെല്ലാം ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നോമ്പ് നോക്കാത്തവരും നോമ്പുള്ളവരും ഒക്കെ ഉണ്ടാക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബായ്. കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കി വെക്കണേ. ബായ്.